അപ്പൊ നമസ്കാരം. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ എവിക്ഷൻ ഇന്നലെ സംഭവിച്ചിരിക്കുകയാണ്. അതിലേക്കൊക്കെ കൂടുതലായി വരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിക്ഷൻ നമുക്ക് അറിയായിരുന്നു ഇന്നലെ നടക്കും എന്നുള്ളത്. ആരായിരിക്കും എവിക്റ്റ് ആയി പോകുന്നതെന്നുള്ള എന്താ പറയുക ഒരു കൺഫ്യൂഷനൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മോസ്റ്റ് ഓഫ് അസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്വന്തം മുൻഷി രഞ്ജിത്ത് ആണ് ഇന്നലെ ഔട്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ എവിക്ഷനിൽ ചില ആൾക്കാരൊക്കെ ഒട്ടും സർപ്രൈസ്ഡ് അല്ല അല്ലെ. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഗെയിമും കാര്യങ്ങളും ഒക്കെ തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ സ്ട്രാറ്റജി ആയിട്ട് റിലേറ്റഡ് അല്ലായിരുന്നു. ഒട്ടും സ്ട്രാറ്റജിക്കലി അല്ലായിരുന്നു പുള്ളി ഈ ഒരു ഗെയിം കളിച്ചതും ഒക്കെ. അപ്പം നമുക്ക് ഏകദേശം ചിലർക്കൊക്കെ എങ്കിലും ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു മുൻഷി രഞ്ജിത്ത് ആയിരിക്കാം ചിലപ്പം ഔട്ട് ആവുന്നെന്നുള്ളത്. കാരണം ഒരുപാട് പേരുടെ പേര്, ഇപ്പൊ അനുമോള് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ ശൈത്യ, ഗിസേൽ, ആര്യൻ, അങ്ങനെ എനിക്കൊന്നൊരു 8 പേരോളം ഈ ഒരു എവിക്ഷനിലുണ്ടായിരുന്നു, എവിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്നു. അതില് നമുക്ക് ചിലർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി ഇന്ന ആൾക്കാരായിരിക്കും എന്ന്. അതില് ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടത് ശരിക്കും പറഞ്ഞാൽ മുൻഷി രഞ്ജിത്തിന്റെ പേരായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. മുൻഷി രഞ്ജിത്ത് ആണ് ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ എവിക്റ്റ് ആയ കണ്ടസ്റ്റന്റ്. ഇന്നലെ മോഹൻലാൽ സാറിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു എൻട്രി കഴിഞ്ഞ് അദ്ദേഹം നേരെ പോയത് ഈ ഒരു എലിമിനേഷനിലേക്ക്, എവിക്ഷനിലേക്കൊക്കെ ആയിരുന്നു. ആൻഡ് അവിടെ വെച്ച് തന്നെ എല്ലാ കണ്ടസ്റ്റന്റ്സിന്റെ അടുത്ത്, ഈ എവിക്ഷനിലുള്ള എല്ലാ കണ്ടസ്റ്റന്റ്സിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ കോൺഫിഡന്റ് ആണോ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങൾ ഈ ഒരാഴ്ച ആയാലോ ബിഗ് ബോസിൽ വന്നിട്ട് നിങ്ങൾ ഇവിടെ എങ്ങനെ പെർഫോം ചെയ്തു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നൊക്കെ ചോദിച്ചു. എല്ലാവരും വളരെ കോൺഫിഡന്റ് ആയിരുന്നു അല്ലെ. എല്ലാവരും തന്നെ നല്ല കോൺഫിഡന്റ് ആയിരുന്നു. ഞങ്ങളല്ലായിരിക്കും പോകുന്നത്, ഞാൻ ഇന്ന ചെയ്തിട്ടുണ്ട്. അപ്പൊ മുൻഷി രഞ്ജിത്ത് പറഞ്ഞു, ഞാൻ അടുക്കളയിൽ കുറച്ച് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്തു, അപ്പൊ അതുകൊണ്ട് എനിക്ക് അധികം ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. മേ ബി അതുകൊണ്ടും കൂടി ആയിരിക്കാം അദ്ദേഹം അവിടെ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തു, സ്ട്രാറ്റജിക്കലി കളിച്ചില്ല. അതുകൊണ്ടായിരിക്കും ആദ്യത്തെ എവിക്ഷനിൽ തന്നെ അദ്ദേഹം എവിക്റ്റ് ആയിരിക്കുന്നത്. ആൻഡ് എവിക്ഷൻ സമയത്ത് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരോടും യാത്ര പറയാതെ പുള്ളിക്കാരൻ പെട്ടെന്ന് ഇറങ്ങി പോവായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് അത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് എവിക്റ്റ് ആവുന്ന ഫസ്റ്റ് കണ്ടസ്റ്റന്റ് അദ്ദേഹം ആയിരിക്കും എന്നുള്ളത് പുള്ളി ഒട്ടും തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെ. അപ്പോൾ എന്താണെങ്കിലും പുള്ളി യാത്രയൊന്നും പറയാതെ പെട്ടെന്നാണ് ഇറങ്ങിപ്പോയത്. വളരെ വികാരനിർഭരമായ ഒരു അന്തരീക്ഷമായിരുന്നു അത്. അത് കഴിഞ്ഞ് നമ്മൾ ബിഗ് ബോസിന്റെ എപ്പിസോഡിന് മുന്നേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആദില, നൂറയും അനീഷും തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ വളരെ അൺനെസസറി ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. നമ്മൾ ഒരു ഗെയിം കളിക്കാൻ ചെല്ലുമ്പോൾ അവിടെ പേഴ്സണലി നമുക്ക് ആ ഒരു വ്യക്തിയെ ദ്രോഹിക്കാനായിട്ട് അവരുടെ ഫാമിലിയെ അതിനകത്തേക്ക് അങ്ങനെ വലിച്ചിടുന്നത് ശരിയല്ല എന്നാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ വി ആർ വെരി പ്രൊട്ടക്റ്റീവ് ഓഫ് അവർ ഫാമിലീസ്. അപ്പം അങ്ങനെ അവരുടെ ഫാമിലീസിനെ അതിന്റെ അകത്തേക്ക് വലിച്ചിടരുത്. കാരണം ഇഫ് യു ഡോണ്ട് നോ ദാറ്റ് പേഴ്സൺ, അവരെ അറിയില്ല, അവരുടെ ഫാമിലീസിനെ അറിയില്ല, എന്താണ് ഇഷ്യൂ എന്നുണ്ടായെന്ന് നമുക്കറിയില്ല. അപ്പൊ ആ ഫാമിലീസിനെയൊക്കെ അങ്ങനെ ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചിടുന്ന അത്ര നല്ലൊരു കാര്യമല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അനീഷിന്റെ ആ ഒരു കോൺവെർസേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഒരു പൊടിക്ക് ഓവറാണ്. ശരിക്കും പല കാര്യങ്ങളിലും ഓവറാണ്. കാരണം നമ്മൾ കണ്ടു, ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു 2 പരാതിപ്പെട്ടികൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം അനീഷിനെതിരെയുള്ള പരാതികൾ മാത്രമായിരുന്നു അതിനകത്ത്. മറ്റേ ബോക്സിലാണ് ബാക്കിയുള്ളവർക്കെതിരെയുള്ള കംപ്ലൈന്റ്സ് വന്നിരിക്കുന്നത്. അനുമോൾ, അപ്പാനി, ശരത്ത്, ആദില, നൂറ, അഭിലാഷ്, ശൈത്യ, അങ്ങനെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത്, അതായത് അനീഷിനെതിരെ പരാതി കൊടുത്ത് എനിക്ക് തോന്നുന്നു ഒരു 8-10ഓളം കണ്ടസ്റ്റന്റ്സ് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു പോയിന്റിൽ കൂടുതൽ ഒരാളെ വല്ലാതെ എന്താ പറയാ വല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിനെ വലിച്ചിടുക, അല്ലാന്നുണ്ടെങ്കിൽ അവരെ ചെറിയ ചെറിയ കാര്യത്തിന് ട്രിഗർ ചെയ്യുക. അതിലെ നൂറയുടെ കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ അവരുടെ ഫാമിലിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയില്ല, അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ നമുക്ക് അവരെ അങ്ങനെ അവരുടെ ഫാമിലീസിനെ വലിച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന ഒപ്പീനിയൻ ആണ് നമുക്ക് എല്ലാവർക്കും തന്നെ ഉള്ളത്. എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല.